സെക്ഷൻ 11(1)(a) അനുസരിച്ച് നിലവിലുള്ള വന്യജീവി ആക്ടിലെ സെക്ഷൻ 1(a) അനുസരിച്ച് വൈൽഡ് ലൈഫ് വാർഡന് ഏത് മൃഗത്തെയും ഷെഡ്യൂൾ 1 പ്രകാരം ഉള്ള ഏത് മൃഗത്തെയും കൊല്ലാനുള്ള അനുമതി ആർക്ക് വേണമെങ്കിലും കൊടുക്കാനുള്ള പ്രത്യേകമായ അവകാശം നിക്ഷിപ്തമാണ്. സെക്ഷൻ 11(1)(a). അപ്പോൾ വനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന വന്യമൃഗങ്ങളിൽ അത് സെക്ഷൻ 1-ൽ ഉള്ള മൃഗങ്ങളാണെങ്കിൽ സെക്ഷൻ 11(1)(a) അനുസരിച്ച് കൊല്ലാനുള്ള അനുമതി വൈൽഡ് ലൈഫ് വാർഡന് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇനി സെക്ഷൻ 11(1)(b) അനുസരിച്ച് ഷെഡ്യൂൾ 2-ൽപ്പെട്ട മൃഗങ്ങളെയും കൊല്ലാനുള്ള അനുമതി കൊടുക്കാം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇതൊരു ആധികാരികമായ ലെറ്ററാണ്. ഈ ലെറ്റർ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മാധ്യമപ്രവർത്തകർക്ക് നൽകാൻ തയ്യാറാണ്. ഇത് ഭൂപേന്ദ്ര യാദവ് ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുള്ള സബ്മിഷന് കൃത്യമായിട്ടുള്ള മറുപടി എന്നുള്ള നിലയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് വെറുതെ ചുമ്മാ പറയുന്ന ഒരു ലെറ്ററല്ല. മാത്രവുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം നിലവിലുള്ള നിയമത്തെ സംബന്ധിച്ചുള്ള മന്ത്രിയുടെ വ്യാഖ്യാനമാണ്. അതോടൊപ്പം തന്നെ ഈ കാര്യം അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് മുഖാന്തരം നൽകിയിട്ടുണ്ട്. ആ കത്തിൻ്റെ പകർപ്പും എനിക്ക് അയച്ചു നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്നലെ മലപ്പുറത്ത് കാളികാവിൽ ഒരു പാവപ്പെട്ട ഒരു കർഷകനെ അവിടെ കടുവ പിടിച്ചു കൊന്നു. ഇവിടെ പീരുമേട്ടിലെ ഗ്രാമ്പിയിൽ നിങ്ങളെല്ലാവരും സാക്ഷികളായതാണ്. ഒരു കടുവയെ പിടികൂടുന്നതിനിടയിൽ ആ കടുവയെ കൊല്ലുന്ന ദൃശ്യങ്ങൾ. അപ്പോൾ ഇത് രണ്ടും സൂചിപ്പിക്കുന്ന എന്താണ്? അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കടുവ പാഞ്ഞെടുക്കുമ്പോൾ അതിനെ കൊല്ലുകയാണ്. അപ്പോൾ അതിനെതിരെ ഒരു കേസും നമ്മൾ ഒരിടത്തും കണ്ടില്ലല്ലോ. അപ്പോൾ ഇന്നലെ ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ മരണമടയുന്ന ഒരു ദൃശ്യവും നമ്മൾ കാണുകയാണ്. അപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ ഉന്നത മേധാവികൾക്കും അറിയാതെ ചെയ്യാമെന്നുള്ളത്. പിന്നെ ഇവർ പറയുന്ന വരട്ടുവാദത്തിൽ എന്ത് കഴമ്പാണുള്ളത്? അതായത് എങ്ങനെ അപകടകാരികളാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു ചോദ്യത്തിന് കേന്ദ്രം മറുപടി പറയണമെന്നാണ് പറയുന്നത്. ഞാൻ കേന്ദ്രത്തിൻ്റെ നിലപാടിനെ പൂർണ്ണമായി യോജിക്കുന്ന ഒരാളൊന്നുമല്ല. ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ വികസിത രാഷ്ട്രങ്ങളിൽ ആകാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിലും ഈ പറയപ്പെടുന്ന നായാട്ടും വേട്ടയും കള്ളിങ്ങും ഉൾപ്പെടെയുള്ള മാർഗ്ഗങ്ങൾ അവലംബിച്ചുകൂടാ എന്നുള്ള ആ ഒരു പക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുകയാണ്. പക്ഷേ ആധികാരികമായി കേന്ദ്ര സർക്കാർ വകുപ്പ് മന്ത്രി ഇങ്ങനെ ഒരു കാര്യം വന്യജീവി ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങളിത് ചെയ്യാത്തതാണ് പ്രശ്നം എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പറയപ്പെടുന്ന വനത്തിൽ നിന്നും പുറത്തിറങ്ങി ആക്രമണം നടത്തുന്ന മൃഗങ്ങൾ ഏതായാലും ശരി, ഷെഡ്യൂൾ 1-ലും ഷെഡ്യൂൾ 2-ലും മാത്രമേ ഇപ്പോൾ മൃഗങ്ങളുള്ളൂ. നേരത്തെ ഷെഡ്യൂൾ 5 ഉണ്ടായിരുന്നു. 5 ഷെഡ്യൂളുകളിലായിട്ടാണ് വന്യമൃഗങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 972-ലെ വന്യജീവി ആക്ടിൽ. ഇപ്പോൾ 2023-ലെ ഭേദഗതി മുഖാന്തരം ഷെഡ്യൂൾ 5 എന്നുള്ളത് ഇപ്പോൾ ഷെഡ്യൂൾ 2 ഉള്ളൂ. ഷെഡ്യൂൾ 5 എന്ന് പറയുന്നത് പണ്ട് വെർമിൻ ലിസ്റ്റായിരുന്നു. വെർമിൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ക്ഷുദ്രജീവികളായിരുന്നു. ഏതെങ്കിലും ഒരു മൃഗം ക്ഷുദ്രജീവി പട്ടികയിൽപ്പെട്ടാൽ ഷൂട്ട് അറ്റ് സൈറ്റാണ്. നമുക്ക് ആ മൃഗത്തെ അപ്പോൾ വേണമെങ്കിലും വെടിവെച്ചു കൊല്ലാം, ഒരനുമതിയും വേണ്ട. അതായിരുന്നു ക്ഷുദ്രജീവി പട്ടികയുടെ ആനുകൂല്യം. ആ ക്ഷുദ്രജീവി പട്ടിക കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞു. നമ്മളതിനെ ശക്തമായി എതിർത്തവരാണ്. ക്ഷുദ്രജീവി പട്ടിക വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അവരത് അംഗീകരിച്ചില്ല. പക്ഷേ 2 ഷെഡ്യൂളുകളിലായി മൃഗങ്ങളെ പെടുത്തിയിരിക്കുന്നു. 2 ഷെഡ്യൂളുകളിലെയും മൃഗങ്ങളെ പ്രത്യേകമായ അധികാരത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കൊല്ലാനുള്ള അധികാരം നിക്ഷിപ്തമാണ് എന്നും അത് ആർക്ക് വേണമെങ്കിലും അധികാരം പകർന്നു കൊടുക്കാമെന്നും യഥേഷ്ടം ഇതിനകത്ത് വെച്ചിരിക്കുമ്പോൾ അത് എടുത്തു പ്രയോഗിക്കാൻ, അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമേകുന്നതിന് വേണ്ടി പ്രയോഗിക്കാൻ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതിന് സംസ്ഥാന ഗവൺമെൻറ് മറുപടി പറഞ്ഞേ മതിയാകും.